ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല മീൻസ് നമ്മൾ കറണ്ട് അഫയേഴ്സ് വീഡിയോസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ 2-3 ദിവസത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഡിസ്കസ് ചെയ്ത് പോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട പത്രങ്ങൾ അതിന്റെ ന്യൂസും കൂടെ കിട്ടും. അപ്പൊ ബേസിക് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. അപ്പോഴത്തേക്ക് നമുക്ക് എല്ലാം വിത്തിൻ ദാറ്റ് ടൈം ലിമിറ്റ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ ഇന്നത്തെ ന്യൂസ് പേപ്പറാണ് ഞാനിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ന്യൂസ് പേപ്പർ ഇവിടെ കാണാം നിങ്ങൾക്ക്. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് 103 killed in twin blast at memorial event in ഇറാൻ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ന്യൂസ് ആണ്. ഇറാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഒരു വളരെ സൗഹൃദത്തിലുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യയായിട്ട് അത്യാവശ്യം നല്ല സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഇറാന്റെ ഒരു ജനറൽ 2 വർഷം മുമ്പ് മരിച്ചുപോയിരുന്നു. എനിക്കൊന്ന് 2-3 വർഷം ആവും. അത് മരിച്ചുപോയതല്ല, അതൊരു സ്ട്രൈക്കിൽ കില്ല് ചെയ്യപ്പെട്ടതാണ്. US ആണ് അതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചത്. ജനറൽ ഖാസിം സുലൈമാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജനറൽ ഖാസിം സുലൈമാനി. ആ പേരൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ ആയിരുന്നു എന്തല്ല അദ്ദേഹം മരിച്ചതിന്റെ മെമ്മോറിയൽ. അപ്പോ ആ സമയത്ത് ആണ് അവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി. ഏതാണ്ട് 100-ലധികം ആൾക്കാർ മരിച്ച ഒരു സംഭവം ആണ് ഈ ന്യൂസ്. ആ ടെററിസ്റ്റ് അറ്റാക്കിന്റെ ബാക്കിൽ ഒരു പക്ഷേ ബാഹ്യ ശക്തികൾ ഉണ്ടായേക്കാം. ഈവൻ ഇസ്രായേലിന്റെ പോലും മൊസാദിന്റെ ഒക്കെ വേണമെങ്കിൽ കൈ ഉണ്ടായേക്കാം. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇസ്രായേലിന് ഇപ്പൊ വലിയ തലവേദന ആയിരിക്കുന്ന ഒരു സംഭവമാണ് ഹൂത്തി റബൽസ് എന്നറിയപ്പെടുന്നത്. ഈ ഹൂത്തി റബൽസിന്റെ ഒക്കെ ഹാൻഡ്ലേഴ്സ് എന്നറിയപ്പെടുന്നത് ഇറാനാണ്. അതുകൊണ്ട് ചിലപ്പോൾ അവരുടെ കൈകളൊക്കെ ഒരു പക്ഷെ ഉണ്ടായേക്കാം. അതിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് ആണ് ഇറാന്റെ സുപ്രീം ലീഡർ. ഇറാൻ ഒരു ഇസ്ലാമിക് റൂളുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഷിയ മുസ്ലിങ്ങളെ ആത്മീയാചാര്യനായ അയത്തുള്ള അലി ഖമേനിയാണ് ഇറാന്റെ ആത്മീയാചാര്യൻ. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറും സുപ്രീം ലീഡർ ഓഫ് ഇറാൻ എന്ന അദ്ദേഹത്തിന് അറിയപ്പെടുന്ന അയത്തുള്ള അലി ഖമേനി. ഇനി അദ്ദേഹത്തിന്റെ അണ്ടറിൽ പ്രസിഡന്റ് ഉണ്ട്, അത് ഇബ്രാഹിം റയീസിയാണ്. അപ്പൊ ഇവരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞേക്കുന്ന ശത്രുവിനെ ഞങ്ങൾ വളരെ ശക്തമായിട്ട് തിരിച്ചടിക്കും എന്നാണ്. അപ്പം ഒരുപക്ഷെ അവരുടെയൊക്കെ ധ്വനികളിൽ നിന്ന് എനിക്ക് വ്യക്തമായത് ഇവര് ഇസ്രായേലിന്റെ ഒക്കെ കൈകൾ ഇതിൽ കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അതൊരു ന്യൂസാണ്. പിന്നെ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത്, അതും ഇന്ത്യയിൽ വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയൊരു സംഭവമാണ്. നമുക്കറിയാം, ഗൗതം അദാനിയുമായിട്ട് ബന്ധപ്പെട്ട ഹിൻഡൻബർഗ് എന്ന് പറയുന്ന അമേരിക്കൻ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് കമ്പനിയുടെ കുറെ വെളിപ്പെടുത്തലുകൾ. ആക്ച്വലി ഈ ഹിൻഡൻബർഗ് റിസർച്ച് എന്നറിയപ്പെടുന്ന സ്ഥാപനം ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയക്ക് വളരെ ഫേമസ് ആണ്, അല്ലെങ്കിൽ നൊട്ടോറിയസ് ആണ്. ഷോർട്ട് സെല്ലിംഗ് എന്താണെന്ന് അകത്ത പേജിലേക്ക് പോകുമ്പോൾ ഷോർട്ട് സെല്ലിങ്ങിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്, അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞോളാം. അപ്പം ഈ ഹിൻഡൻബർഗിന്റെ അലിഗേഷൻസിന്റെ ബേസിൽ ഗൗതം അദാനി അന്ന് വരെ ലോകത്തിലെ സെക്കൻഡ് റിച്ചസ്റ്റ് മാൻ ആയിരുന്നത് 55ാമത്തെ റിച്ചസ്റ്റ് മാൻ എന്നുള്ള പൊസിഷനിലേക്ക് പോവുകയും അവരുടെ കമ്പനികളുടെ ഷെയർസ് സ്വാഭാവികമായിട്ട് ഇടിഞ്ഞാണല്ലോ, അതുകൊണ്ടാണല്ലോ അയാൾ അത്രയും താഴേക്ക് പോയത്. ഒപ്പം ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് വലിയ നഷ്ടം വരികയൊക്കെ ചെയ്തു. അപ്പൊ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സെബിയാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്റർ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള റെഗുലേറ്റർ സ്റ്റോക്ക് മാർക്കറ്റിന്റെയും കൊമോഡിറ്റി മാർക്കറ്റിന്റെയും. ഇവർക്ക് വല്ല അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലുവേഴ്സ് ഈ കാര്യത്തിൽ ഉണ്ടായോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി സുപ്രീം കോടതി ഒരു കമ്മിറ്റിയൊക്കെ അപ്പോയിന്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ പേര് എം സപ്രി കമ്മിറ്റി എന്നായിരുന്നു. എം സപ്രി കമ്മിറ്റി. അപ്പൊ ആ കമ്മിറ്റിയുടെ അന്വേഷണമൊക്കെ നടന്നു. എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ പല കേസുകൾ വന്നു. ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അദാനി റോങ് ഡൂയിങ്സ് പിന്നീട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായെന്നും അതാണ് ഇൻവെസ്റ്റേഴ്സിന്റെ നഷ്ടത്തിലേക്ക് നയിച്ചതെന്നൊക്കെയായിരുന്നു ഈ അലിഗേഷൻ ഉള്ളത്. പക്ഷെ സുപ്രീം കോടതി ഇതിൽ ഇന്നലെ ഫൈനൽ വെർഡിക്റ്റ് പറഞ്ഞിരിക്കുകയാണ്. ഈ പറഞ്ഞ ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തലുകളിൽ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻസ് അദാനി നടത്തിയതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും, അദാനി ഗ്രൂപ്പ് കമ്പനികളെ ഫേവർ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായകരമാവുന്ന രീതിയിലോ സെബിയുടെ അന്വേഷണത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉള്ളതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 24 കാര്യങ്ങളെ കുറിച്ചാണ് അവർ അന്വേഷിച്ചത്. അതിൽ 22 കാര്യങ്ങളും സെബി പിന്നീട് ആ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് 2 കാര്യങ്ങളിൽ മാത്രമാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അത് വിദേശ രാജ്യങ്ങളിലെ റെഗുലേറ്റേഴ്സിന്റെ എന്നുള്ള ഇൻപുട്ട് കിട്ടിയാലേ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ട് ദർ ഈസ് നോ ഫെയിലിയർ ഫ്രം ദ പാർട്ട് ഓഫ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇൻ കണ്ടക്ടിങ് ദീസ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ഉള്ളതാണ് സുപ്രീം കോടതിയുടെ ഇന്നലത്തെ ഒരു വേർഡിക്റ്റ് എന്ന് പറയുന്നത്. ഇത് അദാനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബൂസ്റ്റ് കിട്ടുകയും ഇന്നലെ സ്റ്റോക്ക് മാർക്കറ്റിൽ അദാനി കമ്പനികളുടെ ഷെയർസ് ഒക്കെ ഭയങ്കരമായിട്ട് ഉയരുകയൊക്കെ ചെയ്തു. അതിന് മുമ്പ് തന്നെ അമേരിക്കയിൽ നിന്നൊരു റിപ്പോർട്ട് വന്നിരുന്നു. അമേരിക്കയിലൊരു ഫേമസ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ പേര് ഞാൻ ഇപ്പം മറന്നുപോയി.
അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ അവർ പറഞ്ഞ ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമല്ലാത്ത വെളിപ്പെടുത്തലുകളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അമേരിക്കയുടെയാണ് ഹിൻഡൻബർഗ്. അതേ അമേരിക്കയിലെ മറ്റൊരു കമ്പനി അദാനി ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അന്ന് തൊട്ട് അദാനി സ്റ്റോക്സിൽ ഭയങ്കര വളർച്ചയാണ്. അപ്പൊ ഈ ലോകത്തിലെ 55 സ്ഥാനത്തേക്ക് പോയ അദാനി വീണ്ടും തിരിച്ച് 13-14 പൊസിഷനിലേക്ക് പോകുന്നുണ്ട്. ഏതാണ്ട് അംബാനി ഏത് നിമിഷം വേണമെങ്കിലും ഈ ആസ്തിയുടെ കാര്യത്തിൽ ഓവർടേക്ക് ചെയ്യാവുന്ന ഒരു പൊസിഷനിലാണ് ഇപ്പം അദാനി നിൽക്കുന്നത്. ലോകത്തിൽ 13-14 പൊസിഷനിൽ അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്നലെ ഈ ഒരു വിധി വന്നതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ അസറ്റ് വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് ആയിട്ട് ഇന്നത്തെ ഹിന്ദുവില് ഉള്ളത്. ഇനി താഴോട്ടുള്ള ന്യൂസ് നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല. ട്രാൻസ്പോർട്ട് വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. അത് അകത്തെ പേജിൽ ഇന്നത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയൽ ആയിട്ടുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ പിന്നെ ഇവിടെ മഹുവ മൊയ്ത്രയുടെ ഒരു കേസുണ്ട്. മഹുവ മൊയ്ത്ര നമുക്കറിയാലോ, ലോക്സഭയിൽ നിന്ന് ഈ ഇടയ്ക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട MP ആണ്. അതിനൊക്കെ ഗെരിസ്റ്റായിട്ട് ഒരു സുപ്രീം കോടതി പോയെങ്കിലും സുപ്രീം കോടതി ഇതുവരെയ്ക്ക് ഒരു ഇന്റരിം റിലീഫ് ഒന്നും സുപ്രീം കോടതി അവർക്ക് കൊടുത്തിട്ടില്ല. അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. അതുപോലെ ഹേമന്ത് സോറൻ, ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ, അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ന്യൂസും കാണാം. ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് ഹേമന്ത് സോറൻ, JMM എന്ന് പറയുന്ന പാർട്ടിയുടെ ലീഡർ, ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ. ഇനി അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അവിടെയും ഈ ഹേമന്ത് സോറനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. പിന്നെ അത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി അത് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് പൊളിറ്റിക്സ് ആണ്, അതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. പിന്നെ രാം ടെമ്പിൾ CAA ടു ബി ബംഗാൾ BJP's 2024 പോൾ പ്ലാങ്സ് എന്ന് പറയുന്ന ന്യൂസ് കാണാം. അതിൽ രാം ടെമ്പിൾ ഇനാഗുറേഷൻ നടക്കാൻ പോണേക്ക് നിങ്ങൾക്ക് അറിയാം. അതല്ല എനിക്ക് പറയാനുള്ളത്. CAA നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും റിലീജിയസ് പെർസിക്യൂഷൻ, മതപരമായിട്ടുള്ള വിവേചനങ്ങൾ നേരിട്ട്, ക്രൂരതകൾ നേരിട്ട് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു വരുന്ന മുസ്ലിങ്ങൾ ഒഴികെയുള്ള 6 ജനവിഭാഗങ്ങൾക്ക്, അതായത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും പാഴ്സികൾക്കും ജൈനമതക്കാർക്കും ഒക്കെ ബുദ്ധമതക്കാർക്കും ഒക്കെ ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിനുള്ള ഒരു ആക്ടാണ് സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്. അത് പാർലമെന്റിൽ പാസ്സായിരുന്നു. പക്ഷേ ഇതുവരെയ്ക്കും അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള നിയമങ്ങൾ ഇന്ത്യയില് റൂൾസ് ഇതുവരെയും ഫോർമുലേറ്റ് ചെയ്തിട്ടില്ല. 2024 ഇലക്ഷന് മുമ്പായിട്ട് തന്നെ അത് ഫോർമുലേറ്റ് ചെയ്യപ്പെടും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഞാൻ ജസ്റ്റ് അത് പറഞ്ഞതാണ് ആ ന്യൂസ്. പിന്നീട് ആ ഒരു ന്യൂസ് മാത്രമാണ് നമുക്ക് ഇവിടെ പറയാനുള്ള ന്യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് പോവാം. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എഡിറ്റോറിയൽ പേജാണ്. എഡിറ്റോറിയൽ പേജിൽ നമ്മളുടെ എഡിറ്റോറിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എഡിറ്റോറിയൽ, സ്ട്രൈക്കിംഗ് ഫിയർ എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ഈ എഡിറ്റോറിയലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്ത്യയിലെ ട്രക്ക് ഓണേഴ്സ് ഒക്കെ ഇന്ത്യയിൽ ഇപ്പം സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറെ ട്രക്ക് ഓണേഴ്സ് സ്ട്രൈക്കിൽ നിന്ന് പിന്മാറി വീണ്ടും കുറെ ആൾക്കാരൊക്കെ സ്ട്രൈക്ക് നടത്തുന്നുണ്ട്. CITUവിന്റെ ഒക്കെ യൂണിയനിലുള്ള ആൾക്കാർ. ആ സ്ട്രൈക്കിന്റെ റീസൺ എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 106 എന്ന് പറയുന്ന സംഭവമാണ്. നമുക്കറിയാം ഇന്ത്യൻ പീനൽ കോഡ് IPC ഇന്ത്യൻ പീനൽ കോഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന സംവിധാനം നിലവിൽ വന്നത്. ഈ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 106 അത് നെഗ്ലിജന്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് നടത്തി ഹിറ്റ് ആൻഡ് റൺ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നു. ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരാളെ ഇടിച്ചിടുന്നു എന്നിട്ട് ഓടിച്ചു പോകുന്നു. ചിലപ്പോൾ ആ ട്രക്കോ അല്ലെങ്കിൽ വാഹനം ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല. അതാണ് ഹിറ്റ് ആൻഡ് റൺ കേസ് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ, ഡെത്തോ മറ്റോ സംഭവിച്ചാൽ, ഈ നമ്മൾ ഓടിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ശിക്ഷ, നമുക്ക് ഇംപ്രിസൺമെന്റ് കിട്ടി. ഇംപ്രിസൺമെന്റ് അപ് ടു 10 years വരെ കിട്ടും. മുമ്പ് IPCയിൽ അത് 2 years മറ്റോ ഉണ്ടായിരുന്നു. 2 year ജയിൽ ടൈം ആയിരുന്നു IPC. ഇന്ത്യൻ പീനൽ കോഡിന്റെ സെക്ഷൻ 304A മുമ്പ് അതിനെ കുറിച്ച് പറഞ്ഞിരുന്നത് ഉണ്ടായിരുന്നത്. അതാണ് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 106 വന്നപ്പോഴത്തേക്ക് 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വലിയ കുറ്റമായി മാറിയത്. പക്ഷെ ഒരു കണക്കിന് ഇത് നല്ലതല്ലേ? കാരണം നമ്മളെ ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡ് ആക്സിഡന്റ്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡെത്തും അതുപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുന്ന രാജ്യങ്ങളിൽ ലോകത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ആ രാജ്യത്ത് റോഡ് ആക്സിഡന്റ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള പണിഷ്മെന്റുകൾ സഹായിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എന്തായാലും ഇത് ഇത്തരത്തിലാണ് ഇപ്പോ ഇന്ത്യയിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രക്ക് ഓണേഴ്സ് വലിയ സ്ട്രൈക്കുമായിട്ട് മുന്നോട്ട് പോയാണ്. അതിനെക്കുറിച്ചുള്ള എഡിറ്റോറിയലാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ബ്ലോ ടു നെതന്യാഹു എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ബ്ലോ ടു നെതന്യാഹു. സ്വാഭാവികമായിട്ടും അത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആയിരിക്കുന്നത് കാണുന്നതിനറിയാം. നെതന്യാഹു ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആണ്. നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം അവർ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ജുഡീഷ്യറിയുടെ പവേഴ്സിനെ ക്ലിപ്പ് ചെയ്യുന്ന രീതിയിൽ
കട്ട് ഡൗൺ ചെയ്യുന്ന രീതിയിലുള്ള നിയമങ്ങൾ പാസ്സാക്കുകയാണ് അവരാദ്യം ചെയ്തത് എന്ന് പറയുന്നത്. റീസണബിലിറ്റി ഡോക്ട്രിൻ എന്ന് പറയുന്ന അവിടുത്തെ, അതായത് നമ്മുടെ ഇന്ത്യയിലെ ജുഡീഷ്യൽ റിവ്യൂ ഒക്കെ പോലെ പാർലമെന്റ് എടുക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് തീരുമാനിക്കുന്ന ചില അപ്പോയിന്റ്മെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അവർക്ക് റിവ്യൂ ചെയ്യാനും വേണമെങ്കിൽ സ്ട്രൈക്ക് ഡൗൺ ചെയ്യാനും ഒക്കെ ഉള്ള അധികാരം റീസണബിലിറ്റി ഡോക്ട്രിൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന് അതിനുള്ള അവകാശം ജുഡീഷ്യറിക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു നിയമം അവിടെ പാർലമെന്റിൽ പാസ്സാക്കുകയും അതിനുശേഷമാണ് ഇസ്രായേലിൽ പ്രതിപക്ഷവും ഒപ്പം അവിടുത്തെ ജനങ്ങളും ഒക്കെ തെരുവിലിറങ്ങിയത് നെതന്യാഹു ഗവൺമെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട്. അങ്ങനെ ഭയങ്കര ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റുകൾ, തെരുവ് യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഹമാസ് വന്ന് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ ആൾക്കാരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയുന്നു. അങ്ങനെ നെതന്യാഹുവിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഗവൺമെന്റ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് ഒക്കെ ഒന്ന് കുറഞ്ഞ് എല്ലാവരും യുദ്ധത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇപ്പൊ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അവിടുത്തെ അവരന്ന് പാസ്സാക്കിയ നിയമം തെറ്റാണ്. ഈ പിന്നീട് ഇസ്രായേലില് ഇത്തരത്തില് ജുഡീഷ്യറിക്ക് അവിടുത്തെ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളിൽ ഇടപെടുന്നതിനുള്ള അവകാശം അവർ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. അതിനെ കുറിച്ചുള്ളതാണ് ഹിന്ദുവിലെ സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. ബാക്കി ആർട്ടിക്കിൾസിനെ കുറിച്ചൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ മെയിനായിട്ട് ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ എക്സർസൈസ് റീസ്ട്രെയിൻ ഡു നോട്ട് സമ്മൺ ഗവൺമെന്റ് ഓഫീഷ്യൽസ് അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് SC to HCs എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ DY ചന്ദ്രചൂഡിന്റെ ഫോട്ടോയും കാണാം. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ടാണ്. അപ്പൊ സുപ്രീം കോർട്ട് പറഞ്ഞേക്കാണ് ഒരു ഡ്രോപ്പ് ഓഫ് എ ഹാറ്റിന്റെ ഇതില്, അല്ലെങ്കിൽ അതായത് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കേസുകളിൽ പോലും നമ്മള് ജഡ്ജിമാര് രാജാക്കന്മാരാണെന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ഓഫീഷ്യൽസിനെ വിളിച്ചു വരുത്തി അവരുടെ ഭരണനിർവഹണ നടപടികളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക എന്ന് സുപ്രീം കോടതി ഇന്ത്യയിലെ ഹൈക്കോടതികളോട് ഡയറക്ട് ചെയ്തിരിക്കുകയാണ്. അതാണ് ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ വേറെ ഒന്നും പറയാനൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പിന്നീട് നമുക്കിതിൽ താഴോട്ടൊക്കെ വരുമ്പോൾ ബാക്കി ഒരു കാര്യങ്ങളും നമുക്ക് വലിയ ആവശ്യമുള്ളതല്ല. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ന്യൂസ് ഉള്ളതെന്ന് പറയുന്നത് ചെക്ക് PM ടു ബി ദ ചീഫ് ഗസ്റ്റിസ് അറ്റ് വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റ് എന്നൊരു ന്യൂസ് കാണാം. ചെക്ക് PM, ചെക്ക് റിപ്പബ്ലിക്, നമുക്ക് എല്ലാവർക്കും ഒരു യൂറോപ്യൻ രാജ്യമാണ് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഈ ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് പീറ്റർ ഫിയാല എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പേര് എങ്ങനെയാണ്? പീറ്റർ ഫിയാല. ഇതിൽ കൊടുത്തേക്കുന്ന സ്പെല്ലിംഗിൽ PETR എന്നേ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എഴുതാണ്, പീറ്റർ ഫിയാല, FIALA. ഈ പീറ്റർ ഫിയാല ഇന്ത്യയിൽ ഇപ്പൊ ഗുജറാത്തിൽ നടക്കാൻ പോണ വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഇൻവെസ്റ്റർ സമ്മിറ്റ്, ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റർ സമ്മിറ്റ്. എല്ലാ സ്റ്റേറ്റുകളിലും ഇൻവെസ്റ്റർ സമ്മിറ്റുകൾ നടക്കാറുണ്ട്. ഈവൻ കേരളത്തിൽ പോലും ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്. തമിഴ്നാട് അല്ലെങ്കിൽ കർണാടകം പോലുള്ള സ്റ്റേറ്റുകളിൽ എല്ലാ വർഷവും നടക്കാറുണ്ട്, ബംഗാളിലൊക്കെ. ഗുജറാത്തിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ സമ്മിറ്റ് ആണ് വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ്. അതിൽ ഇപ്രാവശ്യം തൈമൂർ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തിന്റെ പ്രസിഡന്റ്, അതുപോലെ പ്രസിഡന്റ് ഓഫ് UAE പ്രസിഡന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ലോകത്തിലെ പ്രശസ്തനായ ഒരു മനുഷ്യനാണ്. പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, ഇവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ UAE, അതുപോലെ മൊസാംബിക്കിന്റെ പ്രസിഡന്റ് ഒക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇതിലെ ചീഫ് ഗസ്റ്റ് ഓഫ് ഓണർ എന്ന് പറയുന്നത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്രൈം മിനിസ്റ്ററായ പീറ്റർ ഫിയാലയാണ്. അതിന് മറ്റൊരു പ്രാധാന്യം കൂടെ ഉണ്ട്. നമ്മളെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ഒരു വലിയ വിഷയമുണ്ടെന്ന് നമുക്കറിയാം. ഈ സിഖ് ഫോർ ജസ്റ്റിസിന്റെ ചീഫായ ഗുർബന്ത് സിംഗ് പന്നുന് നമ്മളെ ഏജൻസീസ് കില്ലാൻ ശ്രമിച്ചെന്നും അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഇന്ത്യക്കാരനായ ഒരാളിനെ നിഖിൽ ഗുപ്ത എന്ന് പറയുന്ന ഒരാളിനെ ചുമതലപ്പെടുത്തുന്നത്, അയാളാണ് അമേരിക്കയിൽ നിന്ന് ആൾക്കാരെ ഹയർ ചെയ്യാൻ ശ്രമിച്ചതെന്നൊക്കെയാണ് പ്രശ്നം. ആ നിഖിൽ ഗുപ്തയെ ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിലെ ഒരു ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ചെക്ക് റിപ്പബ്ലിക്കുമായിട്ട് ഒരുപാട് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എഫേർട്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഇന്ത്യയിലെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റിൽ പീറ്റർ ഫിയാല വരുന്നെന്നുള്ള കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പം അവിടെ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ന്യൂസ് ആയിട്ട് ഇല്ല. കാര്യം ഫുള്ള് അദാനി ഹിൻഡൻബർഗ് ആ ഒരു കോൺട്രവേഴ്സി ആയിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയെ കുറിച്ച് ഉള്ള വിമർശനങ്ങളും അതിനെക്കുറിച്ചുള്ള അനാലിസിസും ഒക്കെയാണ്. കോൺഗ്രസ് ഒക്കെ സുപ്രീം കോടതിയെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുകയാണ്, അദാനിക്ക് അനുകൂലമാകുന്ന വിധി പുറപ്പെടുവിച്ചു എന്നുള്ള പേരില്.
പിന്നീട് മറ്റു കാര്യം അതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമുക്ക് താഴെ വരുമ്പം ഒരു കാര്യമുണ്ട്. സെൻഡർ വിൽ റെഗുലേറ്റ് ഷോർട്ട് സെല്ലിങ്സ്, സുപ്രീം കോർട്ട് ടോൾഡ് എന്നൊരു ന്യൂസ് ഉണ്ട്. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് മിക്കുള്ളവർക്ക് അതിനെ കുറിച്ച് വലിയ അറിവ് കാണത്തില്ല. ഈ ആക്ച്വലി ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മെയിൻ പരിപാടി ഷോർട്ട് സെല്ലിംഗ് ആണ്. ആക്ച്വലി പല സ്റ്റോക്ക് മാർക്കറ്റുകളും ഇല്ലീഗൽ എന്ന് കരുതുന്ന ഒരു സംഗതിയാണ് ഷോർട്ട് സെല്ലിംഗ്. ഇല്ലീഗൽ എന്നല്ല, അത് ഇല്ലീഗൽ ആയി മാറും പലപ്പോഴും. ഈ ഹിൻഡൻബർഗ് ഇത്തരത്തിൽ ഷോർട്ട് സെല്ലിംഗ് നടത്തി ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്തുകൊണ്ടാണ് പല മാർക്കറ്റുകളും ഷോർട്ട് സെല്ലിങ്ങിന് ഭയക്കുന്നതാണ്. അതിന്റെ കാര്യം ഇപ്പം പറയുകയാണെങ്കിൽ, ഇപ്പം ഷോർട്ട് സെല്ലിംഗിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, എനിക്കൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഷോർട്ട് സെല്ലിംഗ് നടത്തണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ സമയത്തും നമ്മൾ പിന്നീട് ചെയ്യുന്ന പോലെ ആദ്യം നമ്മൾ സ്റ്റോക്ക് ബൈ ചെയ്യല്ലേ ചെയ്യുന്നത് സാധാരണ. ഇപ്പൊ എനിക്കൊരു ഷെയർ, ഇപ്പൊ എനിക്ക് അദാനിയുടെ ഷെയർ വാങ്ങണം, അദാനി വിൽമർ എന്ന് പറയുന്നൊരു ഷെയർ എനിക്ക് വാങ്ങണം. ഞാൻ ആ ഷെയർ വാങ്ങിയാണ് ചെയ്യുന്നത് ആദ്യം, അല്ലെ? എന്റെ പൈസ കൊടുത്ത് ഞാൻ ആ ഷെയർ വാങ്ങും. പിന്നെ എനിക്ക് വിൽക്കണമെങ്കിൽ പിന്നീട് എപ്പോഴും ഞാൻ വിൽക്കും. പക്ഷെ ഷോർട്ട് സെല്ലിംഗിൽ അങ്ങനെ അല്ല. ആദ്യം നമ്മൾ സെല്ല് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളതിൽ ഇല്ലാത്തൊരു ഷെയർ നമുക്ക് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ. നമ്മളതിൽ സെല്ല് ചെയ്യും. ആദ്യം സെല്ല് ചെയ്തിട്ട് അത് ഒരു ദിവസം തന്നെ ഇതെല്ലാം നടക്കണം. അല്ല എനിക്ക് തോന്നുന്ന സമയത്ത് പിന്നീട് അത് ചെയ്യാനൊന്നും പറ്റില്ല. ഇൻട്രാഡേയിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിനകത്ത് തന്നെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസും കംപ്ലീറ്റ് ആക്കണം. അതിനാണ് ഇൻട്രാഡേ പരിപാടി എന്ന് പറയുന്നത്. അപ്പം അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാം കഴിയും. അപ്പൊ നമ്മള് എനിക്ക് ആവശ്യമുള്ള എനിക്ക് ഷോർട്ട് സെല്ലിംഗ് നടത്തേണ്ട ഒരു ഷെയർ അദാനിയുടെ തന്നെയാണെന്നിരിക്കട്ടെ. ആ ഷോർട്ട് സെല്ലിംഗ് നടക്കുന്ന ഷെയർസിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന വെച്ചാൽ ബൈയിങ് ആയിരിക്കും ആദ്യം ചെയ്യുന്ന ഷെയർസ്. പക്ഷെ ഇവിടെ ഞാൻ ആദ്യം സെല്ലിംഗ് ആയിരിക്കും ചെയ്യുന്നത്. സെല്ലിംഗ് ചെയ്യുന്ന എന്താണ് എൻ്റെ കാര്യം, എനിക്കൊരു ആന്റിസിപ്പേഷൻ ഉണ്ട് ഈ സ്റ്റോക്കിന്റെ വില ഇന്ന് കുറയുമെന്ന്. അപ്പൊ ഇന്ന് കുറയുകയാണെങ്കിൽ എനിക്കുള്ള ഗുണം എന്ന് വെച്ചാൽ, ഇപ്പൊ 200 രൂപയ്ക്കാണ് ഞാൻ ആ ഷെയർ സെല്ല് ചെയ്തെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പൈസ ഒന്നും ചെലവാക്കിയിട്ടില്ല, ജസ്റ്റ് സെല്ല് ചെയ്തിട്ടേ ഉള്ളൂ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് 150 രൂപയായിട്ട് ആ ഷെയറിന്റെ വാല്യൂ കുറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ബൈ ചെയ്യും. അപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്, 200 രൂപയുടെ ഷെയർ എനിക്ക് വൈകുന്നേരത്തെ ഞാൻ ബൈ ചെയ്യുന്ന സമയത്ത് 150 രൂപയായി കഴിഞ്ഞു. അപ്പൊ എനിക്ക് 50 രൂപയുടെ ലാഭം ഉണ്ടായി. അപ്പൊ ഞാൻ 100 ഷെയർ ആണ് ഇത്തരത്തിൽ ആദ്യം സെല്ല് ചെയ്തിട്ട് പിന്നെ ഞാൻ ആ ദിവസം തന്നെ ഈ പൊസിഷൻ ഞാൻ ക്ലിയർ ചെയ്ത് ഞാനത് ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ 100 ഷെയറിന് 50 രൂപ വെച്ച് എനിക്ക് ഡിഫറൻസ് കിട്ടുക 5000 രൂപയുടെ ലാഭം ഉണ്ടാവും. ഞാൻ പറഞ്ഞ മനസ്സിലായോ എന്തോ? ഒന്നുകൂടെ പറയാം. സാധാരണ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്സ് വാങ്ങിയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് പുതിയ IPO വന്നോ അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും പുതിയ ഷെയർ എനിക്ക് വാങ്ങണമെന്ന് തോന്നുന്നു, ഞാൻ വാങ്ങിയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഷോർട്ട് സെല്ലിങ്ങില് ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയുടെ ഷെയർ സെല്ല് ചെയ്യുക ചെയ്യുന്നത്. സെല്ല് ചെയ്തിട്ട് അത് എന്തുകൊണ്ടാണ് ഞാൻ സെല്ല് ചെയ്യുന്നത്, എനിക്കൊരു ആന്റിസിപ്പേഷൻ ഉണ്ട് ഇന്ന് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഈ സ്റ്റോക്കിന്റെ വില കുറയും. അപ്പൊ ഞാൻ അത് ബൈ ചെയ്യും. മനസ്സിലായോ? അപ്പൊ സെല്ല് ചെയ്ത് 200 രൂപയ്ക്കാണ്, ബൈ ചെയ്ത് 150 രൂപ. ആ സമയം ഷെയറിന്റെ വാല്യൂ 150 രൂപ കുറഞ്ഞു കരുതുക. എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണ്, എനിക്ക് അങ്ങനെ ചിന്തിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പം സെല്ല് ചെയ്ത് 200 രൂപ, എനിക്ക് 200 രൂപയ്ക്ക് സെല്ല് ചെയ്ത് ബൈ ചെയ്ത സമയത്ത് 150 രൂപ. അപ്പൊ എനിക്ക് ഇതിന്റെ ഇടയിലുള്ള ഡിഫറൻസ് 50 രൂപ എന്റെ പ്രോഫിറ്റ് ആണ്. അത് വൈകുന്നേരത്ത് ഈ പൊസിഷൻസ് എല്ലാം ക്ലിയർ ഓഫ് ചെയ്യുന്ന സമയത്ത് ഞാൻ 100 ഷെയറിലാണ് ഈ പരിപാടി ചെയ്തെന്നുണ്ടെങ്കിൽ 100 × 50 5000 രൂപ എന്റെ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആയിട്ട് വരും. മനസ്സിലായോ? ഞാൻ 150 രൂപ വെച്ച് ഒരു ഷെയറിന് ഫൈനലി പേയ്മെന്റ് ചെയ്യേണ്ടി വരുള്ളൂ. ആദ്യമേ ഞാൻ സെല്ലിംഗ് പ്രോസസ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെന്റും ചെയ്യുന്നില്ല. ഇതിനാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതൊരു പരിപാടിയാണ്. പക്ഷെ ഇതിൽ ഹിൻഡൻബർഗിന്റെ ഒക്കെ പരിപാടി എന്ന് പറഞ്ഞാൽ മെയിൻലി ഇതാണ്. അപ്പൊ യുവമാര് ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇവര് ഇതുപോലുള്ള ഷോർട്ട് സെല്ലിംഗ് ചെയ്യേണ്ട ഷെയർസിനെ കണ്ടെത്തിയിട്ട് നമ്മളെ പോലെ 100 150 അല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഷെയർസിലാണ് അവർ ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ അദാനിയുടെ കമ്പനിയിൽ ഇപ്പൊ അവര് ഇങ്ങനെ ഷോർട്ട് സെല്ലിംഗ് നടത്തി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു കരുതിക്കോ. അവർക്ക് ഇങ്ങനെ പിന്നീട് ആദ്യമേ ഷെയർസ് സെല്ല് ചെയ്യാം. അതിനുശേഷം ആ കമ്പനിയെ കുറിച്ച് വേണമെങ്കിൽ തെറ്റായ കുറച്ച് വിവരങ്ങൾ, ഫാൾസ് ആയിട്ടുള്ള കുറച്ച് റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യാം. സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ആ മാർക്കറ്റ് ഈസ് വർക്കിംഗ് ഓൺ സ്പെക്കുലേഷൻസ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഈസ് റിയാക്ടിങ് ടു സ്പെക്കുലേഷൻസ് വെരി ക്വിക്ക്ലി. അപ്പം ഈ പറഞ്ഞ പിന്നെ റൂമേഴ്സിന്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിൽ ഇവരുടെ ഷെയർസ് ഭയങ്കരമായിട്ട് താരും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവർ നേരത്തെ സെല്ല് ചെയ്ത് വെച്ചേക്കുന്ന സംഭവമല്ലേ, അപ്പൊ അവർ ബൈ ചെയ്യും, അവർക്ക് വൻ പ്രോഫിറ്റ് ഉണ്ടാവും. ഇത് അവർ പല കമ്പനികളുടെയും കാര്യത്തിൽ ചെയ്യുന്നതാണ്. അദാനിയുടെ കാര്യത്തിൽ അവരൊരു പക്ഷെ അങ്ങനെ ചെയ്തിരിക്കാം. നമുക്ക് ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ പറഞ്ഞു ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന പരിപാടി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരുപാട് കമ്പനികളുണ്ട് ലോകത്ത്. അതൊരു അത്ര നല്ല എത്തിക്സ് ഉള്ള പരിപാടി അല്ല. പക്ഷെ സ്റ്റിൽ എത്തിക്സ് ഉള്ള പരിപാടി അല്ലാത്ത മര്യാദയ്ക്ക് നമ്മൾ ഇപ്പോൾ ഷോർട്ട് സെല്ലിംഗ് ആണെങ്കിൽ അത് ഓക്കെയാണ്, അതല്ല പ്രശ്നം. ഇത് വലിയ വൻകിടക്കാർ ചെയ്യുന്ന എന്തായിരിക്കും, എന്നിട്ട് ഞാൻ ബൈ ചെയ്തതിന് ശേഷം ഈ കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ കൃത്രിമമായിട്ട് കുറയ്ക്കാൻ പറ്റി എന്തെങ്കിലും ഇതുപോലുള്ള അലിഗേഷൻസും കൊണ്ടുവരാം. അപ്പൊ എന്തായാലും ഷോർട്ട് സെല്ലിങ്ങിന് ഇനി ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യുമെന്നാണ് ഇന്നലെ സുപ്രീം കോടതിയില്
സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത പറഞ്ഞിരിക്കുന്നത്. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇന്ത്യയുടെ ഹയസ്റ്റ് ലോ ഓഫീസറിനെ അറ്റോർണി ജനറൽ എന്നാണ് പറയുന്നത്. അത് വെങ്കിട്ടരമണിയാണ്, വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആ പേജിൽ പറയാനുള്ളത്. ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ 2-3 കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്പേസ് എക്സ് ഫാൽക്കൺ 9 ടു ലോഞ്ച് ഇന്ത്യസ് GSAT-20 സാറ്റലൈറ്റ് ടു സ്പ്രെഡ് ബ്രോഡ്ബാൻഡ് കവറേജ് എന്നൊരു ന്യൂസ് കാണാം. ഇന്ത്യയുടെ GSAT-20 എന്ന സാറ്റലൈറ്റ്, അതിന് പിന്നീട് പേര് ഈ ഇടയ്ക്ക് GSAT-N2 എന്നാക്കി മാറ്റിയിട്ടുണ്ട്, അതിനെ റീനെയിം ചെയ്തിട്ടുണ്ട്. GSAT-N2 യഥാർത്ഥത്തിൽ GSAT-20 എന്നാണ് അതിന്റെ പേര്, പക്ഷേ ഈ ഇടയ്ക്ക് റീനെയിം ചെയ്താണ് GSAT-N2. ഇതിന് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് സ്പേസ് എക്സ് അറിയായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. എലോൺ മസ്ക്, വേൾഡിലെ റിച്ചസ്റ്റ് മാനായ എലോൺ മസ്കിന്റെ കമ്പനിയാണ് സ്പേസ് എക്സ്. ഈ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റ് ഉപയോഗിച്ചാൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അമേരിക്കയിൽ വെച്ചായിരിക്കും അതിന്റെ ലോഞ്ചിങ്. സാധാരണ നമ്മള് ഈ ഭയങ്കര വെയിറ്റ് കൂടിയ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാൻ ഇപ്പോഴും നമുക്ക് അന്യ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ ഇത്രയും അഡ്വാൻസ്മെന്റ് ഉണ്ടാക്കിയിട്ട് വെയിറ്റ് കൂടിയ സാറ്റലൈറ്റ്സ് നമ്മുടെ PSLVയും GSLVയും ഒക്കെ വെച്ച് ലോഞ്ച് ചെയ്യാൻ പാടാണ്. ഇത് ഏതാണ്ട് 5000 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു സാറ്റലൈറ്റ് ആണ്, ഏതാണ്ട് 4700 കിലോഗ്രാം. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഫ്രഞ്ച് ഗയാനയെന്ന് ഫ്രാൻസിന്റെ ഏതെങ്കിലും ലോഞ്ച് വെഹിക്കിൾസ് ഉപയോഗിച്ച് ലോഞ്ച് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അമേരിക്ക ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പേസ് എക്സ് ആയിട്ടുള്ള എഗ്രിമെന്റ് വെച്ച് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇത് ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്നത് NSIL ആണ്, അല്ലാതെ ISRO അല്ല ചെയ്യുന്നത്. NSIL എന്താണെന്ന് അറിയിക്കുക, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. NSIL എന്താണ്? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം, മസ്റ്റ് ആയിട്ട്. ഏതെങ്കിലും എക്സാംസിനൊക്കെ ചോദിക്കാം. അത് ISROയുടെ കൊമേഴ്സ്യൽ ആമാണ്, അതായത് കച്ചവട ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ISROയുടെ ആമാണ്. ISROയുടെ ഒരു സെപ്പറേറ്റ് കമ്പനിയാണ് NSIL, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. അവരാണ് ഇത് ചെയ്യാൻ പോകുന്നത്, അത് അറിഞ്ഞിരിക്കുക. ഞാൻ അല്ലാതെ ഇൻസ്പേസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ISROയുടെ ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻസ്പേസ് അത് ISRO എന്ന് പറയാൻ പറ്റില്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലാണ് ഇൻസ്പേസ്. ഇൻസ്പേസ് എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇൻസ്പേസ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ. ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ. അത് ഞാൻ പറഞ്ഞ ഒരു റെഗുലേറ്റർ പോലെ ഈ പ്രൈവറ്റ് കമ്പനികളൊക്കെ ഇപ്പം സ്പേസ് സെക്ടറിൽ വരുന്നുണ്ട്, അവരെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയുള്ള സംഭവമാണ് ഇൻസ്പേസ്. ഇൻസ്പേസും NSIL എല്ലാം കൂടെ തിരിഞ്ഞു പോകരുത്. ഓക്കെ. പിന്നെ നേവി സ്റ്റെപ്സ് അപ്പ് സർവേലൻസ് ഇൻ അറേബ്യൻ സീ, ഗൾഫ് ഓഫ് ഏദൻ എന്നൊരു ന്യൂസ് കാണാം. അത് നമുക്കറിയാം, ഈ ഇടയ്ക്ക് അറേബ്യൻ സീയിലും ഗൾഫ് ഓഫ് ഏദനിലും ഒക്കെ പൈറേറ്റ്സിന്റെ വലിയ അറ്റാക്സ്, ഡ്രോൺ അറ്റാക്സ് ഒക്കെ ഇന്ത്യൻ കപ്പലുകൾക്കെതിരെ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ റെഡ് സീയില് ഹൂത്തി റബൽസിന്റെ അറ്റാക്സ് ഉണ്ടാവുന്നു, ഇസ്രായേലുമായിട്ട് കണക്ഷനുള്ള ഷിപ്പുകളുടെ മുകളിൽ. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ നേവിയും അതുപോലെ കോസ്റ്റ് ഗാർഡും ചേർന്ന് ഗൾഫ് ഓഫ് ഏദനിലും അറേബ്യൻ സീയിലും സർവേലൻസ് ഇൻക്രീസ് ചെയ്തേക്കുന്നു എന്ന് പറയുന്ന ന്യൂസ് ആണ്. പിന്നെ ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഗ്യാൻവാബി മോസ്കുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ സർവേയെ കുറിച്ചുള്ള ഒരു ന്യൂസ് കാണാം. ഗ്യാൻവാബി മോസ്ക് നിങ്ങൾക്ക് ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. വാരണാസിയിലാണ്. വാരണാസിയില് കാശി വിശ്വനാഥ ടെമ്പിളിനോട് ചേർന്നുള്ള ഒരു മോസ്ക് ആണ്. ആ മോസ്ക് പണ്ട് ക്ഷേത്രമായിരുന്നു എന്നുള്ള പേരിൽ ഇപ്പൊ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പൊ അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പോ ഖനനം ഒക്കെ നടത്തി അതിന്റെ റിപ്പോർട്ടൊക്കെ ഇപ്പം സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് കോടതിയിൽ. അതിനെ കുറിച്ചൊരു ന്യൂസാണ്. പിന്നെ നമീബിയൻ ചീറ്റ ഗീവ്സ് ബർത്ത് ടു 3 cubs ഇൻ കൂനോ എന്നൊരു ന്യൂസ് കാണാം. കൂനോ മധ്യപ്രദേശിലെ ഒരു വൈൽഡ് ലൈഫ് പാർക്കാണ് കൂനോ. കൂനോ ഭയങ്കര ഫേമസ് കഴിഞ്ഞ വർഷങ്ങളിലാവാൻ കാരണം മോഡിയുടെ പെറ്റ് പ്രോജക്റ്റ് ആയ പ്രോജക്ട് ചീറ്റയുടെ പേരിലാണ്. പ്രോജക്ട് ചീറ്റ എന്ന് പറയുന്നത് ഇന്ത്യയില് എക്സ്റ്റിങ്ഷൻ നേരിട്ട ചീറ്റ, ബിഗ് കാറ്റുകൾ എന്നറിയപ്പെടുന്ന ചീറ്റാസിന് ഇന്ത്യയിൽ 1950s വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സംഭവമാണ്. അത് തിരിച്ച് ഇന്ത്യയിൽ വീണ്ടും കൊണ്ടുവന്ന പ്രോജക്റ്റ് ആണ് പ്രോജക്ട് ചീറ്റ. അതിൽ കുറച്ച് ചീറ്റാസ് ഒക്കെ ചത്തുപോയ ന്യൂസ് ഒക്കെ നമ്മൾ വായിച്ചിരുന്നു, പക്ഷെ ഇപ്പം പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പൊ ഇന്നലെ ഒരു ചീറ്റ 3 കപ്സിന് പ്രസവിച്ചു എന്നൊരു ന്യൂസ് ആണ്. അപ്പം പ്രൊജക്ട് ചീറ്റ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ കുനോ നാഷണൽ പാർക്കും അറിഞ്ഞിരിക്കുക. പിന്നീട് നമീബിയെന്നും അതുപോലെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് നമ്മൾ ഈ ബിഗ് കാറ്റുകളെ കൊണ്ടുവന്നത്. അതുപോലെ FSSAI കുറിച്ചൊരു ന്യൂസ് കാണാം. FSSAI ഇന്ത്യയുടെ ഫുഡ് റെഗുലേറ്റർ ആണ്, ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി റെഗുലേറ്റർ ആണ്. നമ്മൾ ആ ഫുഡ് ആയിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നത് FSSAI ആണ്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ.
അത്രയാണ് ആ പേജിൽ നമുക്ക് ആവശ്യമുള്ള ന്യൂസുകൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ ഡിസംബർ മാനുഫാക്ചറിംഗ് സ്ലോസ് ടു 18 months ലോ PMI സർവേ ഷോസ് എന്നൊരു ന്യൂസ് കാണാം. PMI എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. അതില് 50ക്ക് മുകളിലുള്ള മോർ ദാൻ 50 ആയിട്ടുള്ള ഏത് ഫിഗറും ബിസിനസ് ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ ഈ മാസത്തെ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഗ്രോത്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 54.9 ആണ്. ദാറ്റ് മീൻസ് ഇന്ത്യസ് മാനുഫാക്ചറിംഗ് സെക്ടർ ഈസ് ഗ്രോയിങ് എന്നാണ്. പക്ഷേ പ്രശ്നം ഗ്രോത്ത് കുറഞ്ഞു. ഏതാണ്ട് 57ഉം 56ഉം ഒക്കെ മുൻ മന്തുകളിൽ ഉണ്ടായിരുന്നു. സോ now also it is growing, but the growth is gradually declining. That is a cause for worry. Okay, അപ്പം അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് അറിഞ്ഞിരിക്കുക. പിന്നീട് ഇന്ത്യ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇന്ത്യ റേറ്റിംഗ്സ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് 6.7% ആയിട്ട് ഇൻക്രീസ് ചെയ്യിപ്പിച്ചു. അതായത് ഈ വർഷം ഇന്ത്യ 6.7% ഗ്രോ ചെയ്യുന്നു. അത് വേണ്ട കാര്യം, നമ്മൾ ഈ റേറ്റിംഗ് ഏജൻസീസിന്റെ ഗ്രോത്തിനെ കുറിച്ചൊക്കെ നമ്മളുടെ ഗ്രോത്ത് എസ്റ്റിമേറ്റ്സിനെ കുറിച്ചൊക്കെ നടത്തുന്ന ഫോർകാസ്റ്റിംഗ് പഠിക്കണം. പക്ഷേ ഡൊമസ്റ്റിക് ആയിട്ടുള്ള റേറ്റിംഗ് ഏജൻസീസ് ആയി ഇന്ത്യ റേറ്റിംഗ്സ് ഒക്കെ അതിന്റെ ഒന്നും വേണ്ട. നമുക്ക് മൂഡീസ്, സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, ഫിച്ച് ഇതുപോലെയുള്ള ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്, അതറിഞ്ഞിരിക്കണം. അതുപോലെ വേൾഡ് ബാങ്ക്, IMF, OECD പോലുള്ള ലോക പ്രശസ്തമായ ഏജൻസീസും ബാങ്കുകളുടെ ഒക്കെ പ്രൊഡിക്ഷൻസ് ഉണ്ട്. അതുപോലെ ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, അവരൊക്കെ പറയും. അതൊക്കെ പഠിക്കണം, ഇതൊന്നും പഠിക്കണ്ട. പിന്നെ അദാനി സ്റ്റോക്സ് ഇന്നലെ ഈ കോടതി വിധിക്ക് ശേഷം ഉയർന്നതിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. വെനിസ്വേല ഓയിൽ മെയ്ഡ് ONGC ടു റീകൂപ്പ് $600 million. വെനിസ്വേലയിൽ നമുക്ക് ഓയിൽ മുമ്പ് വെനിസ്വേല ഭയങ്കര ഓയിൽ റിച്ച് ആയിട്ടുള്ള നേഷനാണ്, ഓയിൽ പെട്രോളിയം. വെനിസ്വേലയിൽ നമുക്ക് ഇഷ്ടംപോലെ ഓയിൽ കിട്ടുമായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് US-ന്റെ സാങ്ഷൻസ്, ഉപരോധങ്ങൾ വെനിസ്വേലയ്ക്ക് മുകളിൽ വന്നപ്പോൾ വെനിസ്വേലയ്ക്ക് ഓയിൽ വിൽക്കാൻ പറ്റാതായി. അങ്ങനെ ഇന്ത്യ വെനിസ്വേലയിൽ നിന്ന് ഓയിൽ വാങ്ങലൊക്കെ നിർത്തിയായിരുന്നു. അപ്പം ഇപ്പൊ വീണ്ടും US വെനിസ്വേലയെ ഓയിൽ വിൽക്കാൻ അനുമതി കൊടുത്തു. സോ ഇന്ത്യക്കാർ വീണ്ടും ഓയിൽ പർച്ചേസിംഗ് ഫ്രം വെനിസ്വേല അഗെയിൻ സ്റ്റാർട്ടഡ്. അപ്പോൾ ONGC is a public company. It's a state-owned company, Oil and Natural Gas Corporation, Oil and Natural Gas Corporation. അതൊരു മഹാരത്ന കമ്പനി കൂടെയാണ്. അവർ മെയിൻലി ഇൻ ടു ഓയിൽ എക്സ്പ്ലോറേഷൻ ആൻഡ് റിഫൈനിങ് ബിസിനസ് ആണ്. അപ്പം അവരൊരു മഹാരത്ന കമ്പനിയാണ്. മഹാരത്ന കമ്പനി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റും ഏറ്റവും കൂടുതൽ ടേൺ ഓവറും ഉണ്ടാക്കുന്ന പബ്ലിക് സെക്ടർ കമ്പനീസിനെയാണ് മഹാരത്ന കമ്പനികൾ എന്ന് പറയുന്നത്. പിന്നെ ബിസിനസ് ന്യൂസുകൾ നമുക്ക് ആവശ്യമുള്ളത് ഡോക്ടർ റെഡ്ഡീസ്, ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി സൺ ഫാർമയും ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസും ആണ്. ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും വാക്സിൻ മാനുഫാക്ചറിംഗ് കമ്പനീസും കൂടെ തിരിഞ്ഞു പോകല്ലോ. വാക്സിൻ മാനുഫാക്ചറിംഗ് കമ്പനി ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും വലുതും സെറമാണ്. SERUM, സെറം. നമുക്ക് കോവിഷീൽഡ് ഒക്കെ ഉണ്ടാക്കുന്നത് സെറം. തിരിഞ്ഞു പോകല്ലോ. ഓക്കെ, പിന്നീട് സ്പോർട്സ് പേജ്, അതെ സ്പോർട്സ് പേജ് ആണ് അടുത്തതെന്ന് പറയുന്നത്. സ്പോർട്സ് പേജിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോ സ്പോർട്സ് പേജിൽ ഒരു ന്യൂസ് ഉള്ളതെന്ന് വെച്ചാൽ നവോമി ഒസാക്കയെ കുറിച്ചൊരു ന്യൂസ് ആണ്. നവോമി ഒസാക്ക ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നവോമി ഒസാക്ക എന്ന് പറയുന്ന ഒരു ടെന്നീസ് പ്ലെയർ ആണ്. അവര് ഇടയ്ക്ക് വെച്ച് വേൾഡ് നമ്പർ 1 ഒക്കെ ആയിരുന്നു നവോമി ഒസാക്ക. ഇപ്പൊ നവോമി ഒസാക്ക കുറച്ചു കാലമായിട്ട് ടെന്നീസ് കളിക്കുന്നില്ലായിരുന്നു. ഇപ്പൊ ടെന്നീസ് സീസൺ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുന്ന ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റോട് കൂടിയാണ് ടെന്നീസ് ഓപ്പൺ വേൾഡ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളുടെ സീസൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ വിൻ ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആണ് നവോമി ഒസാക്ക. അവരെ കുറിച്ചുള്ള ന്യൂസ് കാണാം. പിന്നെ പ്രോ കബഡി ലീഗിനെ പോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ പറയാനുള്ളത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദുവിലെ ന്യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ദിവസത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലേക്ക് പോകാം. അടുത്ത ദിവസത്തെ പത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മള് ഇത് ആക്ച്വലി 2 ദിവസം മുമ്പുള്ള പത്രമാണ്. ഇത് 2-ാം തീയതിയിലത്തെയാണ്. അപ്പൊ അതിൽ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് GST റവന്യൂ ഗ്രോത്ത് ഡിപ്സ് ടു എ 3 months low in December എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭയങ്കരമായിട്ട് കൂടി. ഏതാണ്ട് 1 ലക്ഷം കോടിയിൽ കൂടുതൽ ഗവൺമെന്റിന് 1.5 ലക്ഷം കോടിയിൽ കൂടുതൽ കഴിഞ്ഞ വർഷത്തെ ടോട്ടലിനെ അപേക്ഷിച്ച് വർഷത്തെ ടോട്ടൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത് ഗവൺമെന്റിന് ഒരുപാട് ഒരു എന്താ പറയുന്നത് ഒരു സഹായകരമായിരിക്കും പല വെൽഫെയർ സ്കീംസ് നടപ്പാക്കാനും വേണമെങ്കിൽ ഫ്രീ ബീസ് കൊടുക്കാൻ വരാം. ഓക്കെ, അപ്പൊ പക്ഷേ തൊട്ട് മുന്നിലത്തെ മാസത്തെ അപേക്ഷിച്ച് GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വരുമാനം കുറഞ്ഞു. തൊട്ട് മുന്നിലത്തെ മാസത്തെ അപേക്ഷിച്ചാണ്, മനസ്സിലായോ? ഓവറോൾ നോക്കുക കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ കൂടുതലാണ്.
അപ്പൊ എന്തായാലും അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. അപ്പൊ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കഴിഞ്ഞ മാസം ഡിസംബറിൽ 1,64,400 അതായത് 1,64,800 crores ആയിട്ട് കൂടി എന്നൊരു ന്യൂസ് ആണ്. ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ 10.3% ഗ്രോ ചെയ്യുക ഉണ്ടായി. പിന്നീട് അതാണ് അതിൽ പറയാനുള്ളത്. പിന്നെ ആവറേജ് ഇതുവരെയുള്ള GST റവന്യൂ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എത്ര കൂടി എന്നൊക്കെയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പൊ ഇതുവരെയുള്ള ആവറേജ് GST റവന്യൂ ഇപ്പം ഈ April 1 എന്നുള്ള ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം April 1 തൊട്ട് ഡിസംബർ വരെ ഇപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് ഏതാണ്ട് 1.66 lakh crore ആണ്. അത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 1.49 lakh crore ആയിരുന്നു. അതിൽ നിന്ന് ഏതാണ്ട് 17,000 കോടി രൂപയാണ് ആവറേജ് തന്നെ കൂടിയത്. അങ്ങനെ കുറെ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചാണ് ഈ ഹിന്ദുവിലെ എഡിറ്റോറിയലും. ഓക്കെ, പിന്നെ ഒരു വലിയ ന്യൂസ് ഉള്ളത്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു വലിയ ന്യൂസ്, എക്സ്പോസാറ്റ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ISROയുടെ പുതിയ ലോഞ്ചിനെ കുറിച്ചാണ്. എക്സ്പോസാറ്റിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ്. എക്സ്പോസാറ്റിന്റെ എക്സ്പാൻഷൻ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. അത് PSLV ഉപയോഗിച്ചുള്ള PSLV C58 ഉപയോഗിച്ചാണ് അത് ലോഞ്ച് ചെയ്തത്. PSLV C58 ഇതിന്റെ 60th മിഷൻ ആയിരുന്നു, 60ാമത് മിഷൻ ആയിരുന്നു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് അതിനെ ലോഞ്ച് ചെയ്തത്. എക്സ്പോസാറ്റ് ലോഞ്ച് ചെയ്യുക വഴി ഇന്ത്യ ലോകത്തിലെ പിന്നീട് രണ്ടാമത്തെ രാജ്യമായിട്ട് മാറി. എന്തിന് the successful launch put India in an elite category as it has become the second nation to send an observatory to study astronomical sources such as black holes, neutron stars among others. ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചും ന്യൂട്രോൺ സ്റ്റാർസിനെ കുറിച്ചും ഒക്കെ പഠിക്കാൻ ഒരു മിഷൻ സെൻഡ് ചെയ്ത ലോകത്തിലെ രണ്ടാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി എക്സ്പോസാറ്റ് സെൻഡ് വഴി. അപ്പം ഓൾറെഡി ഇത് നാസ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വലിയൊരു ബഹുമതിയും കൂടെ ISROക്ക് ഇതുവഴി കിട്ടി. ISRO ചെയർമാന്റെ പേരൊക്കെ എല്ലാവർക്കും അറിയാം, S സോമനാഥാണ്. അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനത്തിനെ കുറിച്ചൊക്കെ ഉള്ള ന്യൂസുകളും അവിടെ കാണാവുന്നതാണ്. പിന്നീട് ഒരാളെ ടെററിസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതൊന്നും എക്സാമിനൊന്നും ചോദിക്കത്തില്ല. എന്തായാലും അതൊരു ഖാലിസ്ഥാൻ ടെററിസ്റ്റ് ആണല്ലോ. മുസ്ലിം തീവ്രവാദമോ ഹിന്ദു ടെററിസമോ ഒന്നും അല്ല. അത് ഖാലിസ്ഥാൻ ടെററിസമായിട്ട് ബന്ധപ്പെട്ട സദ്വീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരാൾ, അയാളെ ഗോൾഡി ബ്രാർ എന്നാണ് അറിയപ്പെടുന്നത്. അയാളെ ഇൻഡിവിജ്വൽ ടെററിസ്റ്റ് ആയിട്ട് UAPA പ്രകാരം, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഹോം മിനിസ്ട്രി ഡിക്ലെയർ ചെയ്തു. അത് വലിയ ഒരു ന്യൂസ് ആയിട്ട് അവിടെ കാണാം. പിന്നെ 2 എഡിറ്റോറിയൽസിന്റെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ പറയാം. ഡീറ്റെയിൽഡ് ആയിട്ട് 2-3 ദിവസം മുമ്പുള്ള എഡിറ്റോറിയൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. സൈൻ ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. അത് PSLV C58 മിഷൻ, അത് എക്സ്പോസാറ്റ് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്ന് പറയുന്ന എക്സ്പോസാറ്റിനെ ലോഞ്ച് ചെയ്യുകയും അതുവഴി ഈ ന്യൂട്രോൺ സ്റ്റാർസിനെ കുറിച്ചും ബ്ലാക്ക് ഹോൾസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെ കുറിച്ച് പഠിക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ മിഷനായിട്ട്, അമേരിക്കയ്ക്ക് ശേഷം രണ്ടാമത്തെ മിഷനായിട്ട് മാറി ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയതിനെ കുറിച്ചും ഒക്കെയാണ് അത് പറയുന്നത്. വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട്, എക്സ്പോസാറ്റ് ഈസ് ഓൺലി ദ സെക്കൻഡ് സ്പേസ് ബേസ്ഡ് എക്സ്പെരിമെന്റ് ടു സ്റ്റഡി എക്സ്റേ പോളറൈസേഷൻ ആൻഡ് അറ്റ് ഹയർ എക്സ്റേ എനർജീസ് ദാൻ ദ അതർ. നാസാസ് ഇമേജിംഗ് എക്സ്റേ പൊളാരിമെട്രി എക്സ്പ്ലോറർ എന്ന് പറയുന്ന സംഭവം രണ്ടാമത്തത്. അപ്പം ഈ 2 ആകപ്പാടം മിഷൻസ് വേൾഡില് ഇതുവരെയായിട്ട് നടന്നിട്ടുള്ളൂ ഈ ഇത്തരത്തിലുള്ള പഠനത്തിന് വേണ്ടി, എക്സ്റേ പോളറൈസേഷനെ കുറിച്ചൊക്കെയുള്ള. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. പിന്നെ ഇത് ഓരോന്ന്, അതിൽ 2-3 വേറെ പേലോഡ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തെ LBS കോളേജ് ഫോർ വിമൻ ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ ഒരു സാറ്റലൈറ്റ് ആണ്. അതിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസ് ഒക്കെ അതിൽ കാണാം. പിന്നെ വൈഡനിങ് വാർ എന്ന് പറഞ്ഞ രണ്ടാമത്തെ എഡിറ്റോറിയൽ. ഇത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ, ഈ ഹൂത്തി റബൽസ്, ഞാൻ പറഞ്ഞല്ലോ യമനിലെ ഒരുപാട് ഭാഗങ്ങൾ ഭരിക്കുന്ന ഹൂത്തി റബൽസ്. ഈ ഹൂത്തി റബൽസ് ഇപ്പൊ ഈ ഷിപ്പുകളെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയുടെ നേതൃത്വത്തിൽ കുറെ രാജ്യങ്ങൾ അവിടെ ഇപ്പം ഒരു കൗണ്ടർ അലയൻസ് ഉണ്ടാക്കി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അമേരിക്കയുടെ ഹെലികോപ്റ്റേഴ്സ് 1-2 ഹൂത്തി റബൽസിന്റെ വെസൽസിനെ അറ്റാക്ക് ചെയ്ത് മുക്കിക്കളഞ്ഞു. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ, ഹൂത്തി പട്ടാളക്കാർ മരിക്കുകയൊക്കെ ചെയ്തു. അതായത് 10 മിലിറ്റൻസ്. അവർ പട്ടാളക്കാരെന്ന് പറയത്തില്ല, അത് അങ്ങനെ പറയാത്ത കാര്യം, ഇവരെ നോൺ സ്റ്റേറ്റ് മിലിറ്റൻസ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ഈ എഡിറ്റോറിയലില്. അതിന്റെ കാര്യം നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ് ഇവരൊക്കെ. ഇവരൊന്നും ഇപ്പം
കുറച്ച് മേഖലകൾ ഭരിച്ചു എന്ന് കരുതിയിട്ട് ഇവരൊന്നും ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യുന്നില്ല വേൾഡ്. നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലെജിറ്റിമേറ്റ് ഗവൺമെന്റുകൾ അല്ലാത്ത ഈ ആൾക്കാരെയാണ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ആൾക്കാരെ ടെററിസ്റ്റുകളൊക്കെ ആയിട്ടാണ് മിക്കവാറും ലോകം കാണുന്നത്. അതുകൊണ്ടാണ് മിലിറ്റൻസ് എന്നാണ് ഈ പറഞ്ഞ ആൾക്കാരെ പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ഇത്തരത്തിലുള്ള രീതിയിലുള്ള കൗണ്ടർ അറ്റാക്സ് ഒക്കെ US-ന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുമ്പോൾ ഈ വാർ വൈഡൻ ചെയ്യാൻ സാധ്യത, അതായത് ഗാസയിൽ അല്ലെങ്കിൽ ഹമാസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇസ്രായേൽ നടത്തുന്ന വാർ ഒരു പക്ഷേ അവർ എൻ്റെ റീജിയനെ എൻകോംപേഴ്സ് ചെയ്യുന്ന ഒരു വാറായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്, ഈ എഡിറ്റോറിയൽ. പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ ജയശങ്കർ, ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, നേപ്പാൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. ആ നേപ്പാൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അവിടെ സൈൻ ചെയ്യാൻ പോകുന്ന നേപ്പാളിൽ കുറച്ച് ഹൈഡ്രോ പവർ പ്രൊജക്ടുകളുണ്ട്. അപ്പൊ അവിടെ ഒരുപാട് വൈദ്യുതി, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ വൈദ്യുതി പൂർണ്ണമായിട്ടും നേപ്പാളിന് വേണ്ട. അവർക്ക് ഈ എനർജി സെല് ചെയ്ത് കിട്ടുന്ന പൈസയാണ് നേപ്പാളിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാനം. അപ്പൊ അവർ ഇന്ത്യയുമായിട്ട് ഈ പറഞ്ഞ പവർ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു എഗ്രിമെന്റിനെ കുറിച്ച് അവർ എക്സ്പ്ലോർ ചെയ്യാണ്. അതാണ് ഒരു പ്രധാന അജണ്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ വഴി ബംഗ്ലാദേശിലേക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി കൊടുക്കാനും നേപ്പാളിന് ഒരു പ്ലാൻ ഉണ്ട്. അത് ഇന്ത്യ തീരുമാനിച്ചാൽ ഒരു ട്രൈപാർട്ടിയേറ്റ് അഗ്രിമെന്റ് ഉണ്ടാക്കേണ്ടി വരും, ഇന്ത്യയും ബംഗ്ലാദേശും നേപ്പാളും തങ്ങളിൽ. അപ്പം അതിനെക്കുറിച്ചൊക്കെ അവിടെ ഡിസ്കഷൻ നടക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം നേപ്പാളിൽ അത് ഇന്ത്യക്ക് അലവസരം ഉണ്ടാക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഡിസ്കഷൻസും നടക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എന്തായാലും പുഷ്പ കമൽ ദഹൽ, നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് പുഷ്പ കമൽ ദഹൽ, അല്ലെങ്കിൽ പ്രചണ്ഡ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന പുഷ്പ കമൽ ദഹൽ. അദ്ദേഹമായിട്ട് മീറ്റിംഗ്സ് ഒക്കെ പറയുന്നുണ്ട് നേപ്പാളില് ജയശങ്കറിന്. പിന്നീട് എക്സ്ട്രീമിസം ഇൻ ആസാം 90% ഓവർ സേസ് ഹിമാന്ത. ഹിമാന്ത ആരാണ്? ഹിമാന്ത ബിശ്വ ശർമ്മ, നേപ്പാളിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് ഹിമാന്ത ബിശ്വ ശർമ്മ. അദ്ദേഹം പറയുന്നത് ആസാമിലെ എക്സ്ട്രീമിസം 90% കുറഞ്ഞ. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഉൾഫ പോലുള്ള മിക്കവാറുള്ള അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസുമായിട്ടൊക്കെ അവർക്ക് എഗ്രിമെന്റ്സ് ഉണ്ടാക്കാൻ പറ്റി. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പലരും ആയുധങ്ങൾ ഉപേക്ഷിച്ചു, സമാധാനത്തിന്റെ പാതയിലേക്ക് വന്നു. അതുകൊണ്ട് ഇനിയുണ്ട് ഒരു വിഭാഗം, പരേഷ് ബറുവ എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വത്തിലുള്ള ഉൾഫയുടെ ചെറിയൊരു വിങ്ങും കൂടെ ഉണ്ട്. അവരിപ്പോഴും സമാധാനത്തിന്റെ പാതയിലല്ല. ഓക്കെ. പിന്നെ ഉത്തരാഖണ്ഡ് ബാൻസ് പർച്ചേസ് ഓഫ് അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ലാൻഡ് ഇൻ സ്റ്റേറ്റ് ബൈ ഔട്ട്സൈഡേഴ്സ്. ഉത്തരാഖണ്ഡിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ചോദിക്കുക ഏതെങ്കിലും ഒരു എക്സാമിന് ഏത് സ്റ്റേറ്റിലാണ് അഗ്രികൾച്ചർ ലാൻഡും ഹോർട്ടിക്കൾച്ചർ ലാൻഡും വാങ്ങുന്നതിൽ നിന്ന് ഔട്ട്സൈഡേഴ്സിനെ വിലക്കിയതെന്ന്. മൊത്തം ലാൻഡ് വാങ്ങുന്നതിലല്ല, ഇത്തരത്തിലുള്ള ലാൻഡ് വാങ്ങുന്നതിലാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ആർട്ടിക്കിൾ 370 കാശ്മീരിലായിരിക്കും ഇപ്പോൾ ഉള്ള അവസ്ഥയ്ക്ക് സമാനമായി പോകും. ഇത്തരത്തിലുള്ള ലാൻഡ് വാങ്ങുന്നതിനാണ് അവിടുത്തെ ഗവൺമെന്റ് ബാൻ ചെയ്തത്. പുഷ്കർ സിംഗ് ധാമി ഗവൺമെന്റ്, ഉത്തരാഖണ്ഡിലാണ് പുഷ്കർ സിംഗ് ധാമി ഭരിക്കുന്നത്. ഉത്തരാഖണ്ഡ് ബാൻസ് പർച്ചേസ് ഓഫ് അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ലാൻഡ് ഇൻ സ്റ്റേറ്റ് ബൈ ഔട്ട്സൈഡേഴ്സ് എന്നൊരു ന്യൂസ് ഉണ്ട്. ഇനി മറ്റു ചില കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് കേസ് ബൈ കേസ് എക്സെപ്ഷൻ ഫ്രം ന്യൂ MGNREGS പേയ്മെന്റ് സിസ്റ്റം സെന്റർ. അത് ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ പറഞ്ഞ തന്നെ ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം ആണ് ഇനി മുതൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം അല്ലെങ്കിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ടാവാൻ പോണത്. MGNREGS സ്കീമിൽ ആധാർ ബേസ്ഡ് ആയിട്ടുള്ള പേയ്മെന്റ്. ഈ ആധാർ ബേസ്ഡ് ആയിട്ടുള്ള പേയ്മെന്റ് വരുമ്പോൾ കുറെ ആൾക്കാരൊക്കെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ആയി പോകാനുള്ള സാധ്യത ഉണ്ടെന്ന്, അങ്ങനെ കുറെ പേര് എക്സ്ക്ലൂഡ് ആയി പോയെന്നും ഒക്കെ ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നടപ്പാക്കാൻ പറ്റുള്ളതാണ് ആൾക്കാർ ആവശ്യപ്പെടുന്നത്. പക്ഷെ ഗവൺമെന്റ് പറയുന്നത് നമ്മൾ നടപ്പാക്കും, പക്ഷെ കേസ് ബൈ കേസ് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നതനുസരിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ എക്സംഷൻ കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ABPS എന്ന് പറഞ്ഞാൽ ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം. ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ നവീൻ പട്നായിക്കിന്റെ ഒരു ഫോട്ടോ, അദ്ദേഹം ചില പ്രോജക്റ്റുകൾ ഇവിടെ നടപ്പാക്കുന്നതിന്റെ ഒരു ഫോട്ടോ കാണാം. ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? നവീൻ പട്നായിക്. പിന്നീട് പിന്നെ ആ പേജിലൊന്നും ആവശ്യമുള്ള, നമുക്ക് അതിന്റെ അടുത്ത പേജിൽ പോവാം. അടുത്ത പേജിൽ പോകുമ്പോൾ ISRO ഈ വർഷം എന്തിന് ആയിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. 2024 എക്സ്പെക്ടഡ് ടു ബി എ ഇയർ ഓഫ് ഗഗൻയാൻ റെഡിനെസ്. സോമനാഥ്, ISROയുടെ ചെയർമാനാണ് സോമനാഥ്. അദ്ദേഹം പറഞ്ഞേക്കുന്നു ഗഗൻയാൻ റെഡിനെസ്. ഗഗൻയാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്പേസ് മിഷനാണ്. നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള 2-3 സ്പേസ് ട്രാവലേഴ്സിന് അല്ലെങ്കിൽ ആസ്ട്രോനോട്ട്സിന് അവിടെ കൊണ്ട് പോകാനുള്ള ഇന്ത്യയുടെ സ്വന്തം വെഹിക്കിളില്. അല്ലാതെ പോയിട്ടുണ്ട് കൽപ്പന ചൗളയും രാകേഷ് ശർമ്മയൊക്കെ റഷ്യ വഴിയും US വഴിയും ഒക്കെ. ഇന്ത്യയുടെ സ്വന്തം സ്പേസ് മൊഡ്യൂളിൽ അവരെ കൊണ്ടുപോകാനാണ്.
അപ്പൊ ഈ ഒരു സംഭവമാണ് ഗഗൻയാൻ. അത് അടുത്ത വർഷമാണ് നടക്കാൻ പോണത്. പക്ഷെ അതിനുവേണ്ടി ചില അബോർട്ട് മിഷൻസ് ഒക്കെ അവർക്ക് പരീക്ഷിക്കേണ്ടി വരും. മൊത്തം 4 മിഷൻ അതിൽ അബോർട്ട് മിഷൻസ് നടപ്പാക്കുന്നത്. ഒരെണ്ണം കഴിഞ്ഞു ഓൾറെഡി, ഇനി 3 കൂടെ ഉണ്ട്. അത് ഈ വർഷം നടപ്പാവും. അങ്ങനെ ഗഗൻയാൻ റെഡിനെസ് ആയിരിക്കും ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രയോറിറ്റി ISROയ്ക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. പിന്നെ പോൾ ബോണ്ട്സ് ടു ബി സോൾഡ് ഫോർ 10 days ഫ്രം ടുഡേ. പോൾ ബോണ്ട് അല്ലെങ്കിൽ ഇലക്ടറൽ ബോണ്ട്സ് എന്നറിയപ്പെടുന്ന സംഭവം, അത് ഇപ്പം കുറച്ച് വിവാദത്തിൽ കിടക്കുന്ന സംഗതിയാണ്. സുപ്രീം കോടതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഉണ്ട്. അത് ചിലപ്പോ അത് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞാണ് വന്നേക്കുന്ന കാര്യം. അതില് ഡോണേഴ്സിന്റെ അനോണിമസ് ആയിട്ട് ഡോണർ ആവാൻ പറ്റും. അതായത് എനിക്കിപ്പോ ഒരു പാർട്ടിക്ക് ഫണ്ട് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് 1 കോടി രൂപ വരെയുള്ള ബോണ്ടുകൾ അവൈലബിൾ ആണ്. 1000 രൂപ തൊട്ട് എനിക്ക് അവർക്ക് കൊടുക്കാം. അപ്പം ഈ SBI ഈ പോൾ ബോണ്ടുകൾ വാങ്ങാൻ കിട്ടി. SBI മാത്രമേ കിട്ടുള്ളൂ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് ഏത് പാർട്ടിക്കാണോ ഞാൻ കൊടുക്കുന്നത് ആ പാർട്ടി ഈ ബോണ്ടുകൾ വാങ്ങിയിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ മാറ്റിയെടുക്കണം. അപ്പൊ അത് വൈറ്റ് മണി ആവും, ഉറപ്പാണ്. പക്ഷെ പ്രശ്നം നമ്മൾ വെളിപ്പെടുത്തേണ്ട ഡോണർ ആരാണെന്ന്. അപ്പൊ അതുകൊണ്ട് അതില് ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് അതിനെ എതിർക്കുന്നവർ പറയുന്നത്. പിന്നെ ഇൻസാകോഗിന്റെ എക്സ്പാൻഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരായിരുന്നു ഇൻസാകോഗ്. ഇൻസാകോഗിന്റെ എക്സ്പാൻഷൻ ഇന്ത്യൻ സാർസ് കോവിഡ്-2 ജിനോമിക്സ് കൺസോർഷ്യം എന്നാണ്. ഇന്ത്യൻ സാർസ് കോവിഡ്-2 ജിനോമിക്സ് കൺസോർഷ്യം, അതാണ് എന്താണ് ഇൻസാകോഗ്. പിന്നെ ഞാൻ ഇന്നലെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടതാണ്, നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ്. ഫസ്റ്റ് ഗേൾസ് സൈനിക് സ്കൂൾ ഓപ്പൺഡ് ഇൻ മധുര വിത്ത് 870 സ്റ്റുഡൻസ്. VK കൃഷ്ണമേനോൻ എന്ന് പറഞ്ഞ നെഹ്റുവിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. അത് സതാരയിലാണ്, മഹാരാഷ്ട്രയിൽ. അനേഷം അത് ആമ്പിള്ളേർക്ക് മാത്രമേ അവിടെ പ്രവേശനം കിട്ടുള്ളൂ സൈനിക സ്കൂളുകളിൽ. നമ്മുടെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് വരെ ഉണ്ട്. പക്ഷേ പിന്നീട് ഇത് 2019 കാലഘട്ടം തൊട്ട് അതിലൊരു മാറിച്ചിന്ത ഉണ്ടായി. 2021 മുതൽ പൂർണ്ണമായിട്ട് സൈനിക സ്കൂളുകൾ പെൺകുട്ടികൾക്ക് തുറന്നു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ ഗേൾസ് ഒള്ളി സൈനിക സ്കൂള് ഉത്തർപ്രദേശിലെ മധുരയിലെ വൃന്ദാവനിൽ സ്റ്റാർട്ട് ചെയ്തു. രാജ്നാഥ് സിംഗിന്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണാം. അദ്ദേഹം ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ്. പ്ലസ് ഉത്തർപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥിന്റെ ഫോട്ടോയും കാണാം. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ നിങ്ങൾ മറ്റൊരു പേര് എക്സ്പാൻഷൻ പഠിച്ചു വെച്ചേക്കണം. INCOIS, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് എന്നാണ് INCOIS. നമുക്ക് സുനാമി വാർണിംഗ് ഒക്കെ തരുന്ന അവരാണ്. ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷൻ ഇൻഫർമേഷൻ സർവീസ്. ഓക്കെ, പിന്നെ ബിസിനസ് പേജിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാനില്ല. വലിയ അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നും അവിടെ ഡിസ്കസ് ചെയ്യാനില്ല. എല്ലാം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ വേൾഡ് പേജില് നോബൽ പീസ് പ്രൈസ് വിന്നർ മുഹമ്മദ് യൂനിസ് കൺവിക്റ്റഡ് ഇൻ ബംഗ്ലാദേശ് ലേബർ ലോ കേസ്. അതറിഞ്ഞിരിക്കണം. ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത് ബംഗ്ലാദേശി ആണെങ്കിൽ ലോക പ്രശസ്തരാണ്. ബംഗ്ലാദേശിൽ നിന്ന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരാളെ ഉള്ളതാണ് എന്റെ വിശ്വാസം. എനിക്കറിയാവുന്ന വേറെ ആർക്കും നോബൽ പ്രൈസ് കിട്ടിയിട്ടില്ല. അത് ഈ മുഹമ്മദ് യൂനിസ് ആണ്. ഫോർ പീസ് ആണ് കിട്ടിയത്. പീസ് എന്ന് പറഞ്ഞ പീസ്, സമാധാനത്തിനാണ് നോബൽ പ്രൈസ് അദ്ദേഹത്തിന് കിട്ടിയത്. ഈ മുഹമ്മദ് യൂനിസ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ലോകത്തിലെ മൈക്രോ ഫിനാൻസിങ്ങിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ്. നിങ്ങൾ ഗൂഗിളിൽ ഇപ്പൊ കയറിയിട്ട് സെർച്ച് ചെയ്യാണ് ഫാദർ ഓഫ് മൈക്രോ ഫിനാൻസ്. അത് മുഹമ്മദ് യൂനിസിന്റെ ആൻസർ വരും. കാര്യം അദ്ദേഹം ബംഗ്ലാദേശിൽ ഈ നമ്മളെ കുടുംബശ്രീയൊക്കെ പോലുള്ള ഒരു പദ്ധതി നടപ്പാക്കിക്കൊണ്ടാണ് അദ്ദേഹം വരുന്നത്. പിന്നീട് അദ്ദേഹം ഒരു ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക് ഒക്കെ അവിടെ ഉണ്ടാക്കി. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു കേസിലാണ് അതിപ്പോ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാൻ പോണത്. അപ്പോ എന്തായാലും മൈക്രോ ഫിനാൻസിങ് എന്നുള്ള സംഭവം, നമ്മുടെ കുടുംബശ്രീ പോലുള്ള ആശയം അദ്ദേഹമാണ് ആദ്യം ലോകത്ത് നടപ്പാക്കുന്നത്. അതാണ് മൈക്രോ ഫിനാൻസിന്റെ ഒരു കോൺസെപ്റ്റ് ആണല്ലോ അതെന്ന് പറയുന്നത്. അപ്പൊ മൈക്രോ ഫിനാൻസിങ്ങിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന നോബൽ പീസ് പ്രൈസ് വിന്നർ ആണ് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത്. പിന്നെ ജപ്പാനിൽ ഇപ്പോൾ ചെറിയ ഒരു സുനാമിയും എർത്ത് ഒക്കെ ഉണ്ടായി. അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. പിന്നെ ഇതാണ് ഞാൻ ഇന്നിപ്പോ ഹിന്ദുവിൽ ഡിസ്കസ് ചെയ്ത എഡിറ്റോറിയൽ, ഇസ്രായേൽ സ്റ്റോപ്പ് കോഡ് സ്ട്രൈക്ക് ഡൗൺ കീ ഗവൺമെന്റ് ലീഗൽ റിഫോം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് സൗദി അറേബ്യയുടെ രാജാവിന്റെ അല്ലെങ്കിൽ ക്രൗൺ പ്രിൻസിന്റെ യുവരാജാവിന്റെ ഫോട്ടോ ഇവിടെ കാണാം. മുഹമ്മദ് ബിൻ സൽമാൻ, ഇദ്ദേഹമാണ് സൗദിയുടെ ഡിഫാക്ടോ റൂളർ. അദ്ദേഹത്തിന്റെ ഫാദർ ആണ് റൂളർ, പക്ഷെ ഫാദർ ബെഡ് റിഡൻ ആണ്. കിങ് സൽമാൻ, അദ്ദേഹത്തിന്റെ മകനാണ് മുഹമ്മദ് ബിൻ സൽമാൻ. അപ്പൊ ഈ ഈ സൗദി അറേബ്യയിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് ഡെത്ത് പെനാൽറ്റി കൂടുന്നു എന്നൊക്കെയുള്ള ഒരു ന്യൂസ് ആണ് ഈ ന്യൂസിൽ പറയുന്നത്. സൗദി അറേബ്യ 2023 മാത്രം
170 പേരെ ഹാങ് ചെയ്തതാണ് ഈ ന്യൂസിന്റെ അകത്ത് ഉള്ളത്. പിന്നീട് അവിടെ ഈ എല്ലാ ദിവസത്തെയും പോലെ വാറിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. ഇൻ എ ഷിഫ്റ്റ് ഓഫ് ടാക്ടിക്സ് ഇസ്രായേൽ റെഡ്യൂസസ് പ്രസൻസ് ഓഫ് ട്രൂപ്സ് ഇൻസൈഡ് ഗാസ എന്നൊരു ന്യൂസ് കാണാം. അപ്പൊ അത്രയൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ. സി സേസ് വില്ലിംഗ് ടു വർക്ക് വിത്ത് US ഫോർ സ്റ്റേബിൾ റിലേഷൻഷിപ്പ്. അത് നമുക്ക് വലിയ ആവശ്യമില്ല. അപ്പം ഇത്രയാണ് നമ്മളുടെ ആ ന്യൂസ് പേപ്പറിലുള്ള ന്യൂസുകൾ. അപ്പം ഇതിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഈ 2 ദിവസത്തെ ന്യൂസ് പേപ്പേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നാളത്തെ ന്യൂസ് പേപ്പറായിട്ട് ക്ലബ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ പറയുക, എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.